സാറേ നമസ്കാരം സാറേ. ഞാൻ നമ്മുടെ ഡിസൈന് തന്നിരിക്കുന്ന ലേഔട്ടിനനുസരിച്ച് നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ആ, ഒരു എന്തൊക്കെ മോഡ്യൂൾസ് ആണ് ഇട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ കൊട്ടേഷനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ സാർ ഇത് കഴിഞ്ഞിട്ട് പറയുവാണെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടാം. ഇത് പറ്റുന്നത്രയും ഒരു 5 മിനിറ്റിനകത്ത് തീർക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് വയർ ഫ്രെയിം ഇതിലോട്ട് ആക്കുകയാണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല. ഇതിനകത്ത് എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസും ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടില്ല അവർ. ഇതിനകത്ത് ചില ഈ പറഞ്ഞ പോലെ മൊഡ്യൂൾസുകൾ അല്ലെങ്കിൽ ഒരു 40% മൊഡ്യൂൾസ് ഇതിനകത്ത് കാണത്തുള്ളൂ. അപ്പം എന്താണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇതിങ്ങനെ ക്യൂബായിട്ട് ചെയ്തു വരുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഇത് ഓരോന്നും ഇങ്ങനെ മോഡ്യൂളായിട്ടുള്ള സാധനമാണ് എന്നുള്ളത് കസ്റ്റമറിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് പറയുന്നത് സോഫ്റ്റ്വെയറുള്ള. പിന്നെ അതേപോലെ അവൈലബിൾ സ്പേസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ മോഡ്യൂൾസിൻ്റെയും അകത്തിരിക്കുന്ന അക്സസറീസ് ഒന്നും ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഒരു പരിധി വരെ ഞാനത് ഫോട്ടോസ് വഴിയൊക്കെയാണ് ആ എക്സ്പ്ലെയിൻഡ് വീഡിയോക്കകത്ത് കാണിക്കുന്നത്. ഇപ്പോഴത്തെ വീഡിയോക്കകത്ത് ഈ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സിങ്കിൻ്റെ യൂണിറ്റാണ്. ഇത് 1200 mm, 120 സെൻറ്റിമീറ്റർ. ഇതിനകത്ത് നമുക്ക് സിങ്കിന് താഴെ ഇതുപോലെ വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റും, അത് 2 രീതിയിലുള്ളതുണ്ട്. വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റും ഇതുണ്ട്. ഇതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഡിറ്റർജൻറ്റ്, ഇപ്പറേ വേസ്റ്റ് ബിന്ന്, ഇങ്ങനെ ഉള്ള മോഡ്യൂളുണ്ട്. അതല്ലാതെ ഇതുപോലെ ഡ്രോയറായിട്ട് വരും. ഡിറ്റർജൻറ്റ് ലെഫ്റ്റ് സൈഡിലും ബിന്നിന് പകരം ഡ്രോയറായിട്ട് വരും. ഇങ്ങനെയുള്ള മോഡ്യൂൾസ് ഉണ്ട്. അപ്പം ആ വേസ്റ്റ് ബിന്നിൻ്റെ മോഡ്യൂളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കോർണർ യൂണിറ്റ്സ് ഉണ്ട്. ഇത് ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് എന്ന് പറയും. ഈ സാധനത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. ഇതാണ്, ഇതുപോലെ തന്നെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. കോർണർ യൂണിറ്റ് നമുക്ക് ഇതുപോലെ മാജിക് കോർണർ, എസ് പ്രൊഫൈൽ, ഇങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. മാജിക് കോർണർ ഇതുമാതിരിയുള്ളതെല്ലാം ഉണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന കോർണർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നടുക്ക് ഒരു ഷെൽഫ് കാണും. 2 ഡോറാണ്. 2 ഡോർ ഒന്നിച്ച് തുറക്കാൻ പറ്റും. അപ്പോൾ വലിയ വെസൽസ് അല്ലെങ്കിൽ നിത്യ ഉപയോഗമല്ല, പക്ഷെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഈ ഉരുളി ഇതുപോലെയുള്ള വലിയ സാധനങ്ങൾ ഉൾപ്പെടെ മേളിൽ കൊണ്ട് വെക്കാതെ ഇതിനകത്ത് തന്നെ വെക്കാൻ പറ്റും. എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുമാതിരിയുള്ള ഇത് ആണ് ഈ പറഞ്ഞ കോർണർ യൂണിറ്റ്. പിന്നെ ഞാൻ ഈ കോർണർ യൂണിറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് 2D പുള്ളൗട്ട്. 2D പുള്ളൗട്ട് എന്ന് പറഞ്ഞാൽ എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള പുള്ളൗട്ടാണ്. ഈ 2D പുള്ളൗട്ട്സ് ഡ്രോയർ മാർക്കറ്റിൽ ഇതുപോലെ വയർ ബാസ്ക്കറ്റിലെ പുള്ളൗട്ടാണ്. ഇപ്പം മേളിൽ 1 ലിറ്ററിൻ്റെ കുപ്പി വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ പ്രയാസമായിരിക്കും. ഇത് ഞങ്ങൾക്കുണ്ട്. ഞാൻ പക്ഷേ ഈ പ്രോജക്റ്റിനകത്ത് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഇരിക്കും. അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. മേളിൽ 1 ലിറ്റർ വയ്ക്കാം, താഴെ 1 ലിറ്റർ വയ്ക്കാം. അത് വെച്ചുകൊണ്ട് തന്നെ അടയ്ക്കാൻ പറ്റും. അപ്പം 2D പുള്ളൗട്ടാണ് ആറാമത്തെ യൂണിറ്റ്. ഏഴാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 ഡ്രോയർ, മേളിൽ കട്ട്ലറി, താഴെ പ്ലേറ്റ്. ഇതൊരു പ്ലെയിൻ ടാൻഡം ബോക്സ് എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. ഇതിന് മേളിൽ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും. ഇത് ഓർഗനൈസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്താൽ ഓർഗനൈസർ നമുക്ക് അവർ വെച്ച് തരും. അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസർ തന്നെയാണ് അതിനകത്ത് വെക്കുന്നത്. ബെത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസർ അവർ ചെയ്യുന്നില്ല. പ്ലേറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്. പ്ലേറ്റ് ഹോൾഡേഴ്സ് ഞങ്ങളുടെ ആയിട്ടുള്ള രീതിയിലുള്ള പ്ലേറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതുപോലെ തന്നെ ടാൻഡം ബോക്സിൻ്റെ യൂണിറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ താഴെയാണ് അതിൻ്റെ സ്ലൈഡേഴ്സ് വരുന്നത്. കുറച്ചും കൂടെ വെയിറ്റ് ഹോൾഡ് ചെയ്യും. അപ്പം ഏഴാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടാൻഡംസ്. എട്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്പേസർ. നമുക്കിപ്പോൾ അവൈലബിൾ ഇത് വെച്ചിട്ട് നമുക്ക് യൂണിറ്റ്സുകൾ ഫില്ലാവുന്നില്ലെങ്കിൽ നമ്മളിതുപോലെ സ്പേസർ വരും. അപ്പോൾ അതാണ് ആ സ്പേസർ ഇട്ടിരിക്കുന്നത്. ഇത് നോർമൽ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റിൻ്റെ ഇതിനകത്ത് നമുക്കിതുപോലെ നടുക്കൊരു ഷെൽഫായിരിക്കും. ഒരു 2 അടി അകത്തോട്ട് നമുക്ക് ഉള്ള സാധനങ്ങൾ കുറച്ച് കൈ ഇട്ട് വേണം എടുക്കാൻ. അതാണ് 9ാമത്തെ യൂണിറ്റ്.
അത് കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ യൂണിറ്റ്, ഈ കോർണർ യൂണിറ്റിൻ്റെ വേണ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. പറ്റുന്നത്രയും സ്പീഡിലാണ് പറയുന്നത്. ഇതുണ്ടാവും ഇതുപോലെ കോർണർ യൂണിറ്റ്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നടുക്കൊരു ഷെൽഫായിരിക്കും. അടച്ചു കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. പിന്നെ സാറിന് 10ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ഇത് കണ്ടോ, ഇത് നമ്മൾ സ്മോൾ എന്നുള്ള രീതിയിൽ, അതായത് ഇതിൻ്റെ ഹൈറ്റ് സ്മോൾ എന്നുള്ള രീതിയിൽ സ്മോൾ ഡ്രോയർ, ഇത് ബിഗ് ഡ്രോയർ, ഇത് മീഡിയം, അങ്ങനെ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഷട്ടറിൻ്റെ ഹൈറ്റ് 17 സെൻറ്റിമീറ്റർ, ഇത് 52 സെൻറ്റിമീറ്റർ, ഇത് 35 സെൻറ്റിമീറ്റർ. അപ്പം ഇങ്ങനെ 3 മെഷർമെൻറ്റിലാണ് വരുന്നത്. നമുക്ക് എല്ലാ ടൈപ്പ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വിളിക്കാം. 10 എന്ന് പറയുന്ന യൂണിറ്റിന് നമുക്ക് ഇതുണ്ട്, ഇത് പല സെലക്ഷൻ ഉണ്ട്. ഇതുണ്ട് 1, 2, 3, 4, 4 ഈ പറഞ്ഞ സ്മോള്, 3 ഡ്രോയർ, അതേപോലെ തന്നെ 2 മീഡിയം, 2 സ്മോളും 1 മീഡിയവും. ഇങ്ങനെ നമുക്ക് പല ഇതുണ്ട്, 2 മീഡിയം. അപ്പം നമ്മളിവിടെ ഇട്ടിരിക്കുന്ന 10 രണ്ടും ഒരേ ഹൈറ്റിൽ വരുന്ന യൂണിറ്റാണ്, ഡ്രോയറാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകവശവും നമ്മൾ പ്രൈസ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ ടാൻഡം ബോക്സ് സ്റ്റൈൽ തന്നെയാണ്. നമുക്ക് ടാൻഡം ബോക്സ് സ്റ്റൈൽ അല്ലാതെ വയർ ബാസ്ക്കറ്റ് ഉണ്ട്, ഇൻബിൽട്ട് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതുപോലെ തന്നെ അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലും പാർട്ടീഷനും വരുന്നതാണ് ഇൻബിൽട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. സോറി, ഇതുപോലൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ, ഇത് വേറൊരു ഇത് ഇൻബിൽട്ട് കൺസെപ്റ്റ്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ അകത്ത് ടാൻഡം വരുന്ന സാധനം, അത് പ്ലെയിൻ ആയിരിക്കും. ഇത് വയർ ബാസ്ക്കറ്റ് വരുന്ന കൺസെപ്റ്റ്. 3 കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് സ്പീഡിൽ ഓടിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞാൽ 2ാമത്തെ യൂണിറ്റ് GTPT യൂണിറ്റ്. ഈ യൂണിറ്റ് എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് പാത്രം കഴുകിയിട്ട് അകത്ത് വയ്ക്കാൻ ഡിപ് ട്രേ ഉണ്ട്, അതാണ് വോൾ യൂണിറ്റ്. 3ാമത്തെ യൂണിറ്റ് വാട്ടർ പ്യൂരിഫയർ. അകത്ത് ഈ പടത്തെ അങ്ങനെ കാണിക്കുന്നില്ല, വാട്ടർ പ്യൂരിഫയർ വെക്കുന്ന യൂണിറ്റാണ്. അകത്ത് വാട്ടർ പ്യൂരിഫയറിങ്, അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിനെല്ലാം 40 സെൻറ്റിമീറ്റർ ആണ് ഡെപ്ത്. പിന്നെ 4ാമത്തെ യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റ്. അത് കഴിഞ്ഞാൽ ഇവിടെ 11ാമത്തെ യൂണിറ്റ് ഒരു ഓപ്പൺ ഷെൽഫ്, 12 സ്റ്റോറേജ്. മേളിലത്തേത് ഓപ്പൺ ഷെൽഫാണ്, ഈ ഫ്ലാറ്റ് ഡോർ ആയിരിക്കത്തില്ല, ഓപ്പൺ ആയിട്ടുള്ള ഇതായിരിക്കും. നമുക്കപ്പോൾ അത് പെബിൾസോ അതുമാതിരിയുള്ള എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ വെക്കാം. അത് എടുക്കാൻ പ്രയാസമായിരിക്കും, അത് കാരണം ഒരു അലങ്കാര വസ്തുക്കൾ വെക്കാൻ വേണ്ടി ഉള്ള ആ ക്ലാഡിങ് പോലെ, ആ ഫ്രിഡ്ജിൻ്റെ താഴെ ക്ലാഡിങ് കിട്ടുന്ന രീതിയിൽ. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ ആ പാർട്ടീഷൻ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഡൈനിങ് ഹാളിലോട്ട് പോകുന്ന എൻട്രി. ഇതല്ലാതെ വാർഡ്രോബിൻ്റെയും ബാക്കി വാനിറ്റി യൂണിറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ബഡ്ജറ്റും ഡിസൈനും എല്ലാം സാറിന് തരാം. ഇപ്പം ഞാൻ പ്രൈമറി ആയിട്ട് ഫസ്റ്റ് കിച്ചണിൻ്റെ മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കൊട്ടേഷൻ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് 3D സീരിയൽ നമ്പർ എന്നായിരിക്കും. 3D എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയറിനകത്ത് സാറിന് ഇതുണ്ട്, ഓരോ യൂണിറ്റിൻ്റെയും ഇതുണ്ട്. ഇത് നോർത്ത് സൈഡ് വോള്, നോർത്ത് സൈഡിൽ 1ാമത്തെ യൂണിറ്റ്, നോർത്ത് സൈഡ് വോളിൽ 5ാമത്തെ യൂണിറ്റ്, ഈസ്റ്റ് സൈഡിൽ 6ാമത്തെ യൂണിറ്റ്, 7ാമത്തെ യൂണിറ്റ്, ഇങ്ങനെ ആയിരിക്കും ഈ ഇത്. അപ്പോൾ 7ാമത്തെ യൂണിറ്റ് എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ സാറ് ഈ ബഡ്ജറ്റിനകത്ത് ഇതുണ്ട്. 7ാമത്തെ ഇത് വരുന്നത് 2 ഡ്രോയറിൻ്റെ യൂണിറ്റാണ്, ടാൻഡം ബോക്സ് ആണ്. അതിൻ്റെ ഹൈറ്റ് ഓർമ്മത്തിന് 174 ആണ്, അടുത്തതിന് 524. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 54,000 രൂപ. ഇപ്പോൾ ഓഫർ 30% ഓഫ്, 16,000 രൂപ ഡിസ്കൗണ്ട് പോയിട്ട് 37,966. അങ്ങനെ ഓരോ യൂണിറ്റിൻ്റെയും സീരിയൽ നമ്പർ, സാപ്പ് കോഡ്, ഡിസ്ക്രിപ്ഷന്, ക്വാണ്ടിറ്റി, ആക്ച്വൽ പ്രൈസ്, ഡിസ്കൗണ്ട്, വാല്യൂ, ഡിസ്കൗണ്ടഡ് പ്രൈസ്, പിന്നെ അതിൻ്റെ ടോട്ടൽ, അങ്ങനെ 2,73,000 രൂപ. ഓക്കെ സാറേ, ഞാൻ ഇതെല്ലാം സാറിന് ഇപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് തരാവേ. ഓക്കെ, താങ്ക് യു.